കലോത്സവ വേദിയിൽ രണ്ടാം ദിവസവും മത്സര ഇനങ്ങൾ വാശിയേറി മുന്നേറുമ്പോൾ നമ്മോടൊപ്പം ഒരു കുട്ടി താരം ഉണ്ട് ഇപ്പോൾ. അപ്പം നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ, പേരെന്താ? എന്റെ പേര് സമീര സാബു. ഓക്കെ ഓക്കെ. എന്തിനായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്? എനിക്ക് ഭരതനാട്യത്തിനായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഏതായിരുന്നു സ്കൂളാ? ഞാൻ ദി ഹൈറേൻ സ്കൂൾ മാട്ടുപ്പെട്ടി. ഓക്കെ ഓക്കെ. ഈ ഒരു പ്രൈസ് എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇല്ല, തീരെ എക്സ്പെക്ട് ചെയ്തില്ല. ഞങ്ങള് പ്രൈസ് എയിം ചെയ്തിട്ട് ഞങ്ങൾ വരാറില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ്, ആ ഒരു രീതിയിൽ മാത്രമേ ഞങ്ങൾ വരാറുള്ളൂ. ഓക്കെ. അപ്പൊ ആദ്യമായിട്ടാണോ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? അല്ലല്ല, ഞാൻ സഹോദരിക്ക് ഇപ്പം പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. ഇതിന് മുന്നേ ഞാൻ സ്റ്റേറ്റ്സിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം ഞാൻ ഒരു 1-ാം ക്ലാസ് മുതൽ ഞാൻ മത്സരത്തിന് പോകുന്നതാണ്. ഓക്കെ. അപ്പൊ ആരായിരുന്നു ഗുരു? ആരായിരുന്നു ഗുരു? എന്റെ സ്വന്തം അമ്മ തന്നെയാണ്. ഓക്കെ. അപ്പൊ അതൊരു വേറിട്ട അനുഭവമുള്ള അമ്മ മോൾ ബന്ധം എങ്ങനെ ഉണ്ടായിരുന്നു മോളെ പഠിപ്പിക്കാൻ നേരം? കറക്റ്റ് ഒരു സ്ട്രിക്റ്റ് ഗുരുവായിരുന്നോ? ആദ്യകാലങ്ങളിൽ അവളെ പേടിച്ചൊക്കെ നിന്ന് പഠിക്കുമായിരുന്നു. ഇപ്പൊ അത്ര സ്ട്രിക്റ്റ് ആയാലും അവൾക്ക് അത്ര പേടിയൊന്നും ഇല്ല. മോള് നന്നായി പെർഫോമൻസ് ചെയ്യുമെന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അതുണ്ട്, ഉണ്ടായിരുന്നു. പേടി ഉണ്ടായിരുന്നു കയറിയപ്പം? മോള് കയറിയപ്പോ എനിക്ക് പേടിയുണ്ടായിരുന്നോ? പേടിയില്ല, നമ്മളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. പെർഫെക്റ്റ് ആയിട്ട് കളിച്ചാൽ മതി. സമ്മാനം നമ്മള് പ്രതീക്ഷിക്കുന്നില്ല. കിട്ടിയാൽ ഓക്കെ, ഇല്ലേലും സങ്കടമൊന്നും വരാറില്ല. കാരണം ഇവള് പെർഫോം ചെയ്യുന്നതിന് ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ്. കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് ആയിരുന്നോ? നല്ല ടൈറ്റ് ആയിരുന്നു. എല്ലാവരും തന്നെ നല്ല ആയിട്ട് പഠിച്ച് ട്രെയിൻ ചെയ്ത് വരുന്നത്. സ്കൂളിൽ നിന്നും ക്ലാസ്മേറ്റ്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണോ? ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ മഹേഷിന്റെ പ്രതികാരവും പിന്നെ ജോയും ഈ 2 സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മൂവിയിൽ അഭിനയിച്ചപ്പോൾ ഉള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ? തീരെ എക്സ്പെക്ട് ചെയ്തൊരു ഇതല്ലായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് സീനിയർ ആർട്ടിസ്റ്റ് ആണ് എന്റെ ചുറ്റും. അപ്പൊ അവരുടെ ഫ്രണ്ടിൽ ആക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവര് നല്ലൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് അവിടെ തന്നുകൊണ്ട് തന്നെ ഐ വാസ് ഏബിൾ ടു പെർഫോം വെൽ. ഓക്കെ. അപ്പൊ ബിഗ് സ്ക്രീനിൽ കണ്ടല്ലോ, അപ്പൊ പേരന്റ്സിനും കൂടെയുള്ളവർക്കും ഒക്കെ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു അതൊരു? അതെ. അപ്പം സ്റ്റേറ്റിലും ഈ ഒരു പെർഫോമൻസ് അടിപൊളിയായിട്ട് മുന്നേറട്ടെ, പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ അമ്മയുടെ കീഴിലുള്ള ശിക്ഷണം അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്.